ഹലോ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷോപ്പിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ ഞാൻ ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലി സ്ഥലത്തുനിന്ന് എന്നെ കൂട്ടാനായിട്ട് വന്നേന്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എന്നാൽ ഇനി ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് പോകാം, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും ഫാമിലീസ് ആയിരുന്നു കേട്ടോ. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാറൊക്കെ ആണെങ്കിൽ നോക്കുക വേണ്ട, ഇവിടെ എങ്ങും അടുത്തിടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റി വെച്ചിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി ഒരു സൈഡാക്കിയിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ നിന്ന് കളിക്കുകയും രക്ഷകർത്താക്കൾ ദൂരെ മാറിയുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ എന്ത് ധൈര്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിക്കാൻ വിടുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇരുട്ടും കടൽ മഴ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ വന്നതൊരു ചെറിയ കടയിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്നത് കാടമുട്ട ഫ്രൈയും നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചതും കോളിഫ്ലവർ ബജ്ജിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ കോളിഫ്ലവറും നമ്മുടെ കാടമുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടിനും കൂടി 90 റുപ്യ ആയുള്ളൂ. ഈ കല്ലുമ്മക്കായ നിറച്ചത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ട് അത് ഞാൻ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ കാടമുട്ട ഫ്രൈ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ കുറച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, പുഴുങ്ങിയ കാടമുട്ടയിൽ. പിന്നെ അങ്ങനെ അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഒരു പ്ലേറ്റ് കാടമുട്ടയിൽ 10 പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് 10 കോഴിമുട്ട ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് രണ്ടും കൂടി വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഓരോ പ്ലേറ്റ് ഇതേ വാങ്ങിച്ചോളാം, കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി വരുമെന്ന് വിചാരിച്ചു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി, കാരണം വണ്ടീൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ദൂരം നടന്ന് പോകാൻ പറ്റില്ല, വണ്ടിയിൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകുന്നുള്ള പേടിയുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞൊരു ഉത്സവം കൂടിയ പ്രതീതിയായിരുന്നേ. കോഴിക്കോട് ബീച്ചിലൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് പോകാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു കപ്പലണ്ടി കച്ചവടക്കാരനെ കണ്ടു കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് കപ്പലണ്ടി അവിടെ നിന്ന് മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമായിരുന്നിട്ട് മേടിച്ചതല്ല, എങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോൾ ഞങ്ങൾ മേടിക്കും കേട്ടോ. ചെറിയ ചെറിയ 10 രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നില്ലേ, അവർക്കതൊരു സന്തോഷമാവും, നമുക്കും അതൊരു എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരു ചോക്കോബാറും ഒരു മാംഗോ ബാറും ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിക്കാനുള്ള പ്ലാനിങ്ങിലാണ്, കാരണം നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ വീടെത്തണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. പൊറോട്ടയ്ക്കും ചില്ലി ചിക്കനുമാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ ഞാൻ ശകലം മയോണൈസോടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു മയോണൈസ് ഇപ്പോൾ നിർത്തലാക്കി, ഇതൊക്കെ ഇപ്പോൾ ഹോട്ടലിൽ വിൽപ്പന നടത്തിയെന്ന് പോലീസ് അറിഞ്ഞാൽ കേസാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടം തോന്നി. എനിക്ക് ഈ മയോണൈസൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. വിഷയമായിട്ട് എന്നാൽ നേരെ തിരിച്ചു, അതൊന്നും ഇഷ്ടമുള്ള ആളല്ല. പിന്നെ ചില്ലി ചിക്കൻ ആണെങ്കിൽ സാധാരണ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഇഷ്ടമായില്ല ഞാനങ്ങ് പറയുന്നതല്ല, പക്ഷേ ചില്ലി ചിക്കൻ വൻ അലമ്പായിരുന്നു കേട്ടോ. പിന്നെ മനസ്സില്ലാ മനസ്സോടെ വാങ്ങിച്ചതല്ലേന്ന് കരുതി അതങ്ങോട്ട് കഴിച്ചു. അപ്പോഴേക്കും മഴ നല്ലതുപോലെ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു, പെരുമഴയായി. പിന്നെ കുറച്ച് നേരം ആ മഴയുടെ സമയത്ത് ഞങ്ങൾ ആ കടേൻ്റെ സൈഡിൽ ഇരുന്ന് കേട്ടോ. വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ മഴയൊക്കെ തോന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ എല്ലാം പറക്കി കിട്ടി ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. വേറൊരു വീഡിയോ കാണാൻ. ടാറ്റാ.